അത് നമുക്ക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധവാരം വരികയാണ്. ഈശോയുടെ മരണത്തെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും അതുപോലെ ഉയർപ്പിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്ന, അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന അവസരങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതിലേക്കുള്ള പ്രവേശനമാണ് മുട്ടി തുറക്കുക. ഇത് നമുക്ക് തരുന്ന വലിയ സൂചന, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ നമുക്ക് തുറക്കാം. ദൈവിക രഹസ്യങ്ങൾക്ക് വേണ്ടി, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സുകളെ തുറക്കാനാണ് മുട്ടി കർത്താവ് പറയുന്നത്. തുറക്കുക, എൻ്റെ മനസ്സിന്, നിന്റെ ഹൃദയത്തിന് കവാടങ്ങളെ നീ തുറക്കുക. കർത്താവ് മുട്ടുകയാണ്. അപ്പൊ നമ്മൾ തുറന്ന്, അപ്പൊ അതിന് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാഴ്ച ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം. കർത്താവ് മുട്ടി വിളിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ആത്മീയ കാര്യങ്ങൾക്ക്, നമ്മുടെ ആത്മാവിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ തുറക്കാം. അതിന് പ്രായോഗികമായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയാം? ഈ ഒരാഴ്ച പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വാച്ച് നോക്കാൻ മൊബൈൽ ഓഫ് ചെയ്യുക, പള്ളിയിൽ പോയി അവിടെ കഴിയും. എല്ലാ കർമ്മത്തിലും പൂർണ്ണമായ തൊടുവയോടുകൂടി കർത്താവ് എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ മനസ്സിനെ തുറക്കുക. പ്രാക്ടിക്കലായിട്ട് വാച്ച് നോക്കാൻ. ഇത്രയും നേരം ആരും തന്നെ വാച്ച് നോക്കിയിട്ടില്ല. ക്രിസ്തുലോ അതിന് കുറച്ച് നേരം കൂടെ ഞാൻ അങ്ങോട്ട് നീട്ടിയാൽ വാച്ച് നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതെന്ന് പറഞ്ഞാൽ ഒരു തുറവി, അതിനു വേണ്ടി ഒരു തുറവിയോടെ നമ്മൾ വാച്ച് പിടിക്കാതെ, ധൃതി പിടിക്കാതെ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് അതിലൂടെ കടന്നു പോകാം. കർത്താവ് നമ്മളെ രക്ഷിച്ച ആ കുരിശുമരണത്തെക്കുറിച്ചും കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും അതിനായിട്ട് യോഗ്യമാക്കുവാൻ കുമ്പസാരത്തിലൂടെയും അതുപോലെ മനസ്സ് അതിനായിട്ട് തുറന്നും തമ്പുരാന്റെ കൃപ ലഭിക്കാനായിട്ട് ഒരു തുറവിയോടുകൂടെ ഈ ആഴ്ചയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മുടെ മനസ്സിനെ അവിടുന്ന് മുട്ടി തുറക്കുകയാണ്. നമ്മുടെ ഹൃദയപാടുകൾ ദൈവാനുഭവത്തിന് നമുക്ക് തുറക്കാം. നല്ലവനായി